വികസനങ്ങളുടെ അത്താണിയായി കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മാറിയെന്ന് മന്ത്രി വീണ ജോർജ്. ആധുനിക സൗകര്യങ്ങളോടുകൂടി അനങ്ങനടി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. രാജ്യത്ത് തന്നെ ആദ്യമായി ഇപ്പോ എറണാകുളം ജനറൽ ആശുപത്രി, എല്ലാ ആശുപത്രികളും ജില്ലാ ആശുപത്രികളും അങ്ങനെ ആകണം എന്നാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. 9ാമത്തെ വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടക്കാനായിട്ട് പോവുകയാണ്. 2 വർഷത്തിനുള്ളിൽ 9ാമത്തെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഒരു ജില്ലാ ആശുപത്രിയിൽ നടക്കുക. ഈ തൊട്ട് കഴിഞ്ഞ ശനിയാഴ്ച തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ കോർണിയ ട്രാൻസ്പ്ലാന്റ് ചെയ്തു. നേത്രപഠനത്തിന് ഉണ്ടാകുന്ന അന്ധത ഒരു കോവളം സ്വദേശിനിയായ 50 വയസ്സുള്ള ഒരാൾക്കാണ് ഈ കോർണിയ മാറ്റിവെച്ചത് ഒരു ജില്ലാ ആശുപത്രിയിൽ. നമ്മുടെ ലക്ഷ്യം ഇതാണ്. എന്താണ് അതിന്റെ ആത്യന്തികമായിട്ടുള്ള കാരണമെന്നറിയാമോ? ഒരാളും രോഗത്തിന്റെ മുന്നിൽ നിസ്സഹായരായി പോകരുത്. എനിക്ക് പണമില്ലാത്തതിന്റെ പേരിൽ എനിക്ക് ചികിത്സ ലഭ്യമല്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് 40-45 ലക്ഷം രൂപ ചെലവ് വരുന്ന കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ നമ്മൾ ആരംഭിച്ചത്. സൗജന്യമായി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഉള്ളവർക്ക് സൗജന്യമായി. ഓർത്തു നോക്കുക, 45-50 ലക്ഷം രൂപ ചെലവാകുമ്പോൾ അത് സൗജന്യമായി സർക്കാർ ആശുപത്രി. ഞാനിത് പറയുന്നത് അത് ഒരു ഇൻഫർമേഷൻ കൂടിയാണ്. നമുക്ക് ഒരാൾക്കും അങ്ങനെ വരാതിരിക്കട്ടെ. ആർക്കെങ്കിലും അങ്ങനെ ഒരു ആവശ്യം വന്നാൽ വിഷമിക്കേണ്ട. നമ്മുടെ സൗകര്യങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെയ്യുന്നത് എല്ലാം തന്നെ വിജയമായി. തിരുവനന്തപുരത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്, അതും പൂർണ്ണമായ വിജയമാണ്. ഇപ്പോ കോഴിക്കോട് ഇതിന്റെ ഒരു ട്രാൻസ്പ്ലാന്റേഷന്റെ മാത്രമായിട്ടുള്ള ഒരു ആശുപത്രി തുടങ്ങുകയാണ്. രോഗം വന്നാൽ പണമില്ലെന്ന് കരുതി ഒരാൾക്കും ചികിത്സ നിഷേധിക്കുന്ന അവസ്ഥ കേരളത്തിലില്ല. എല്ലാവർക്കും ചികിത്സ ലഭിക്കുന്ന ഒരിടമാക്കി സർക്കാർ ആശുപത്രിയെ മാറ്റി. ആവശ്യത്തിന് ഡോക്ടറെയും മരുന്നും ആശുപത്രിയിൽ ലഭ്യമാക്കി. ഇപ്പോൾ ലാബുകളും പൂർണ്ണ സജ്ജമാക്കി. അങ്ങനെ എല്ലാവർക്കും ചികിത്സ ലഭിക്കുന്ന കേന്ദ്രങ്ങളാക്കി സർക്കാർ ആശുപത്രികളെ മാറ്റിയതിൽ കേരള സർക്കാർ വലിയ പങ്കുവഹിച്ചെന്ന് മന്ത്രി പറഞ്ഞു. ടി മമ്മിക്കുട്ടി MLA അധ്യക്ഷനായി. DMO ഡോക്ടർ TV റോഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. VK ശ്രീകണ്ഠൻ MP, ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീന, പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ഉദയകുമാർ, വൈസ് പ്രസിഡന്റ് P ചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം A സിന്ധുമോൾ, പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ ഇബ്രാഹിം മേനക്കം, N ഷീജ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ TP രാമകൃഷ്ണൻ, V മുരളീധരൻ, പഞ്ചായത്ത് അംഗം സരീന, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ CP ശശി, K അബ്ദുൾ സലാം, മുസ്തഫ പടിയത്ത്, ഗോവിന്ദരാജ്, K പാറുക്കുട്ടി, TT വിജയരാഘവൻ, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം TK മുഹമ്മദ്, SB റീജിയണൽ മാനേജർ MS സജീഷ്, ആനങ്ങനടി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ M ഇർഷാദ് എന്നിവർ സംസാരിച്ചു. NHMന്റെയും സംസ്ഥാന ആർദ്ര മിഷന്റെയും ഫണ്ടിൽ നിന്ന് 1.54 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് 5737 ചതുരശ്ര അടിയിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടി അനങ്ങനടി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം നിർമ്മിച്ചത്.